ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മാനിഫെസ്റ്റേഷൻ്റെ 5 ലളിതമായ ഘട്ടങ്ങളെക്കുറിച്ച് സംസാരിച്ചു. എന്നാൽ നിങ്ങളിൽ പലരും ചോദിച്ച ഒരു പ്രധാന സംശയമുണ്ട്. ഞങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ട്, പക്ഷേ എന്തുകൊണ്ടാണ് ആഗ്രഹങ്ങൾ ഇപ്പോഴും യാഥാർത്ഥ്യമാകാത്തത്? ഇത് തികച്ചും സ്വാഭാവികമായ ഒരു സംശയമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കാതിരിക്കുമ്പോൾ നമ്മൾ മാനിഫെസ്റ്റേഷനെ തന്നെ സംശയിക്കാൻ തുടങ്ങുന്നു. എന്നാൽ പ്രശ്നം ആകർഷണ നിയമത്തിലല്ല, മറിച്ച് അത് നാം പ്രയോഗിക്കുന്ന രീതിയില്ല. ഇന്ന് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പരാജയപ്പെടാനുള്ള പ്രധാന കാരണങ്ങളും അവ എങ്ങനെ പരിഹരിക്കാമെന്നും ശാസ്ത്രീയമായി പരിശോധിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന ഈ വീഡിയോ പൂർണ്ണമായും കാണുക. ഇവിടെ ആദ്യത്തെ കാരണം സബ് കോൺഷ്യസ് ബ്ലോക്കുകളാണ്. നിങ്ങൾ കോൺഷ്യസ് മൈൻഡിൽ അല്ലെങ്കിൽ ബോധ മനസ്സുകൊണ്ട് ഒരു പുതിയ വീടോ പണമോ ഒക്കെ ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മനസ്സ്, അതായത് ഉപബോധ മനസ്സ്, ഇതിനെ എതിർക്കുന്നുണ്ടെങ്കിലോ? ഇവിടെയാ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത്. നമ്മുടെ ബ്രെയിനിലെ 95% പ്രവർത്തനങ്ങൾ നടക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലാണ്. നിങ്ങൾ ബോധപൂർവം എനിക്ക് വിജയം വേണം എന്ന് പറയുമ്പോൾ ഉള്ളിൽ എവിടെയോ എനിക്കതിന് കഴിയുമോ എന്നൊരു ചിന്ത അവശേഷിക്കുന്നു. ഒരു കാന്തത്തിന്റെ തെറ്റായ ധ്രുവങ്ങൾ അടുപ്പിക്കാൻ നോക്കിയാൽ അവ പരസ്പരം റിപ്പൽ ചെയ്യുന്നത് പോലെയാണ് ഇത്. സോ നിങ്ങളുടെ ഉപബോധ മനസ്സിലെ പഴയ ചിന്തകളെ റീപ്രോഗ്രാം ചെയ്യുക. ഉറങ്ങുന്നതിന് തൊട്ട് മുൻപുള്ള സമയം ഇതിനായി ഉപയോഗിക്കാം. ഈ സമയത്ത് നിങ്ങളുടെ ലക്ഷ്യം യാഥാർത്ഥ്യമായതായി തന്നെ വിശ്വസിച്ച് ഉറങ്ങുക. രണ്ടാമത്തെ കാരണം ഓവർ അറ്റാച്ച്മെന്റ് ആണ്. നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ അത് ഇല്ലാതിരുന്നാലുള്ള ആധിയ നമുക്കുണ്ടാവുന്നത്. അയ്യോ, എനിക്കിത് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന ചിന്ത പ്രപഞ്ചത്തിലേക്ക് അയക്കുന്നത് ഒരു നെഗറ്റീവ് മെസ്സേജാണ്. ആഗ്രഹങ്ങൾക്കായി അമിതമായി കാത്തിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ അമിതമായ സ്ട്രെസ് ഉണ്ടാകും. ഇത് നിങ്ങളുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തും. ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തേക്കാൾ അതിനായുള്ള കാത്തിരിപ്പില ഡോപ്പമൈൻ കൂടുതലായി ഉണ്ടാകുന്നത്. ഇത് നമ്മെ കൂടുതൽ ഇംപേഷ്യൻ്റ് ആക്കും. സോ ആഗ്രഹങ്ങളെ പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക. പ്രക്രിയയെ സ്നേഹിക്കുക. ഫലത്തെക്കുറിച്ച് ആകുലപ്പെടാതിരിക്കുക. ഒന്നാമത്തെ കാരണം വൈകാരികമായ പൊരുത്തക്കേടാണ്. നിങ്ങൾ വാക്കുകൾ കൊണ്ട് പോസിറ്റീവായി സംസാരിക്കും, പക്ഷെ ഉള്ളിൽ ഭയവും സങ്കടവും ഒക്കെയാണ്. ആകർഷണ നിയമത്തിൽ വാക്കുകളേക്കാൾ പ്രാധാന്യം നമ്മുടെ വൈകാരിക നിലയ്ക്കാണ്. ഹൃദയത്തിന്റെ വൈദ്യുത കാന്തിക മണ്ഡലം തലച്ചോറിനേക്കാൾ ശക്തമാണെന്ന് നമ്മൾ കണ്ടതാ. നിങ്ങളുടെ വികാരങ്ങളാണ് നിങ്ങളുടെ യഥാർത്ഥ ഫ്രീക്വൻസി. നിങ്ങൾ വായ കൊണ്ട് സമൃദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ ദാരിദ്ര്യത്തിന്റെ വികാരം അനുഭവിക്കുകയാണെങ്കിൽ പ്രപഞ്ചം സ്വീകരിക്കുന്നത് ആ ദാരിദ്ര്യത്തിന്റെ മെസ്സേജാണ്. സോ നിങ്ങളുടെ ചിന്തയും വികാരവും ഒന്നാക്കുക. നിങ്ങളുടെ ആഗ്രഹം ഇതിനകം തന്നെ യാഥാർത്ഥ്യമായതുപോലെ സന്തോഷം അനുഭവിക്കുക. നാലാമത്തെ കാരണം പ്രവൃത്തിയുടെ അഭാവമാണ്. പലരും കരുതുന്നത് മാനിഫെസ്റ്റേഷൻ എന്നാൽ കസേരയിലിരുന്ന് കണ്ണടിച്ച് ആഗ്രഹിക്കുക മാത്രമാണെന്നാ. എന്നാൽ പ്രവൃത്തിയില്ലാത്ത ആഗ്രഹങ്ങൾ വെറും ഡേ ഡ്രീമിംഗ് മാത്രമാണ്. മാനിഫെസ്റ്റേഷൻ എന്നത് ഒരു പുതിയ അവസരങ്ങൾ കാണിച്ചു തരുന്ന ഒരു ടൂൾ മാത്രമാണ്. ആ അവസരങ്ങളെ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങണം. ശരിയായ ആക്ഷൻ എടുക്കുമ്പോൾ ബ്രെയിനിലെ റിവാർഡ് സിസ്റ്റം ആക്റ്റീവ് ആവുകയും ലക്ഷ്യത്തിലേക്ക് അടുക്കുകയും ചെയ്യും. സോ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന ചെറിയ ചുവടുകൾ ദിവസവും വയ്ക്കുക. പ്രയത്നിക്കാൻ തയ്യാറാകൂ. അവസാനത്തെ കാരണം സ്ഥിരതയുടെ കുറവാണ്. ഒരു ദിവസം മാനിഫെസ്റ്റേഷൻ ചെയ്യുകയും അടുത്ത ദിവസം അത് നിർത്തിവെക്കുകയും ചെയ്യുന്നതാ മറ്റൊരു പ്രശ്നം. പുതിയൊരു ശീലം രൂപപ്പെടാൻ കുറഞ്ഞത് 21 മുതൽ 66 ദിവസം വരെ സമയമെടുക്കുമെന്ന് ന്യൂറോ സയൻസ് പറയുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻ ഒരു ഒറ്റപ്പെട്ട പ്രക്രിയയല്ല, അതൊരു ജീവിത രീതിയാക്കുക. ദിവസവും കുറഞ്ഞത് 15 മുതൽ 20 മിനിറ്റ് ഇതിനായി തന്നെ മാറ്റിവെക്കുക. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഫലം കാണാത്തത് എങ്ങനെയെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സോ ഈ 5 കാര്യങ്ങൾ തിരുത്തുക. നിങ്ങളുടെ സബ് കോൺഷ്യസ് ബ്ലോക്കുകൾ മാറ്റുക. ഫലത്തെക്കുറിച്ചുള്ള അമിത ചിന്ത ഒഴിവാക്കുക. വികാരങ്ങൾ പോസിറ്റീവ് ആക്കുക. ശരിയായ പ്രവൃത്തികൾ ചെയ്യുക. എല്ലാത്തിനുമുപരി സ്ഥിരത നിലനിർത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഈ ബ്ലോക്കുകൾ മാറ്റാനും സബ് കോൺഷ്യസ് മനസ്സിനെ പൂർണ്ണമായി റീപ്രോഗ്രാം ചെയ്യാനും എന്തെങ്കിലും പ്രത്യേക ടെക്നിക്കുകളുണ്ടോ? അതെ, അത്തരത്തിലുള്ള ഏറ്റവും ഫലപ്രദമായ ടെക്നിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ വീഡിയോ മിസ് ചെയ്യാതിരിക്കാൻ ഇപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ ഓൺ ചെയ്ത് വയ്ക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക. കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബി പോസിറ്റീവ്, ബി ഹാപ്പി ആൻഡ് അക്സെപ്റ്റ് ദി മിറക്കിൾസ് റൈറ്റ് നൗ.